ബാല അമൃത വിഷയം കത്തി നിൽക്കുന്നു. ഒരുപക്ഷെ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള വിഷയം ഇത്രത്തോളം അലങ്കോലമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത്രയും സമയങ്ങളിൽ നമുക്ക് കേട്ടുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ബാല അമൃതയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. ഞാനെന്ന മനുഷ്യനെ ഒന്നുമല്ലാതാക്കി തീർത്തത് അമൃത എന്ന രീതിയിലൊക്കെ ആയിരുന്നു. ചിലപ്പോൾ ബാലയുടെ ഓരോ ഇന്റർവ്യൂവിലും തൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ ആയിരുന്നു ബാല അമൃതയെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറിയതും. എന്നാൽ ഇതൊക്കെയും കണ്ടുകൊണ്ട് ഇവരുടെ മകൾ തന്നെ ഒരു ദിവസം ലൈവിൽ വരികയും കാര്യങ്ങളൊക്കെയും തന്നെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മളെല്ലാവരും അത് കാണുകയും അതോടുകൂടി അമൃതയോട് നമുക്ക് മലയാളികൾക്ക് ദേഷ്യം കൂടുതൽ തോന്നുകയും അവളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒക്കെയും തന്നെ ചെയ്തു. പക്ഷേ എല്ലാ സത്യാവസ്ഥയും വിളിച്ചു തുറന്ന് പറഞ്ഞുകൊണ്ട് അമൃത തന്നെ ഒരു ലൈവിൽ വരികയും കാര്യങ്ങളൊക്കെയും തന്നെ വിശദീകരിച്ച് തരികയും ചെയ്തു. ഒരുപക്ഷെ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളായിരുന്നു ഇവരുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം ഓരോ ദിവസവും ബാല ലൈവിൽ വരികയോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂവിലോ ഏത് പരിപാടി അവതരിപ്പിച്ചാലും അവിടെയൊക്കെയും തന്നെ അമൃതയെ കുറ്റം പറയുന്ന രീതിയിലോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊള്ളിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ അവരോട് മലയാളികൾക്ക് ഇഷ്ടക്കേട് തോന്നിപ്പിക്കുന്ന രീതിയിലോ തൻ്റെ മകളെ അവൾ എന്നിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു ബാല പ്രതികരിച്ചിരുന്നത്. അതല്ലെങ്കിൽ മനഃപൂർവ്വം ഇതുപോലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കാൻ അവസരം നൽകുകയും ഇതിനെക്കുറിച്ചൊക്കെയും സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെയും കേട്ട് ഒരുപാട് വർഷം ഒരു തരത്തിലുള്ള റീപ്ലൈകളും ഭാര്യയായ അമൃത നൽകിയിരുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 12 വയസ്സായ തൻ്റെ മകൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന സാഹചര്യത്തിൽ അവരോട് അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അച്ഛൻ മകളെയോ അമ്മയെയോ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ മകളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് കൂട്ടുകാരികളൊക്കെയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു മകൾക്ക് അതിലൂടെ വിഷമം തോന്നുകയും തൻ്റെ അമ്മയെ തൻ്റെ അച്ഛൻ കാരണം കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രതികരണം മാത്രമായിരുന്നു മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളും ഉപദ്രവിച്ചതും അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയതും വീണ്ടും അമൃതയെ തന്നെ. പക്ഷേ ആ സാഹചര്യത്തിൽ അമൃത കാര്യങ്ങൾ പറയുകയും അതിലൂടെ നമുക്കെല്ലാം തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും മലയാളികൾക്കൊക്കെയും തന്നെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇത്രയും വർഷം ബാലയെക്കുറിച്ച് ഒരക്ഷരം പോലും ഈ അമൃത എന്ന ഭാര്യ സംസാരിച്ചിരുന്നില്ല. അതിനുമപ്പുറം അമൃതയുടെ ഡ്രൈവർ അല്ലെങ്കിൽ അമൃതയെ പരിചയമുള്ള ഒരുപാട് പേർ അതല്ലെങ്കിൽ അമൃതയുടെ അയൽവാസികളടക്കം അമൃതയുടെ ഫാമിലിയെക്കുറിച്ച് പറയുന്നത് നല്ലത് മാത്രം. ഒരിക്കലും തന്നെ അമൃതയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ബാലയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ബാലയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കോ സ്വഭാവം പുറത്തു വരുന്നത് നമ്മൾ എപ്പോഴും തന്നെ കണ്ടതാണ്. ബാല മദ്യത്തിന് അടിമയാണെന്ന് ബാലയുടെ ഓരോ പ്രകടനങ്ങളിൽ നിന്നും നമുക്ക് മലയാളികൾക്ക് മനസ്സിലായതാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ സൈക്കോ സ്വഭാവം പല കാര്യങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ചിരിച്ചതാണ്. ഒരുപക്ഷെ തൻ്റെ മദ്യപാനവും സൈക്കോവും കൂടി ചേർന്നാൽ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയായിരിക്കും അമൃതയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഒരുപക്ഷെ ഇത്രയും ദിവസം ബാല അവരെ ഒക്കെയും തന്നെ കുറ്റം പറഞ്ഞിട്ടും അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടും അവരെക്കുറിച്ച് പല പരാമർശങ്ങൾ നടത്തിയിട്ടും അവർ ഇതുവരെയും പ്രതികരിക്കാതിരുന്നപ്പോൾ വീണ്ടും അവരെ കുത്തി നോവിക്കുകയും അവസാനം സഹിക്കട്ട് അവർ രണ്ടുപേരും പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും കരഞ്ഞുണങ്ങിയ കണ്ണുകളുമായി ബാല ലൈവിൽ വരികയും ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരാമർശവും ഞാനിനി നടത്തില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് തന്നെ കുറ്റപ്പെടുത്തിയുള്ള ഒരു ലൈവ് പോലും ബാലയ്ക്ക് താങ്ങാൻ സാധിച്ചില്ല. പക്ഷേ ഇത്രയും ദിവസം ബാല ഇത് തന്നെയായിരുന്നു അവരൊക്കെയും തന്നെ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ബാലയെ വെളുപ്പിക്കാൻ നടക്കുന്ന എല്ലാവരും തന്നെ തിരിച്ചറിയണം, ഒരു സ്ത്രീയാണെന്ന കാര്യത്തിൽ അമൃത ബാലയുടെ ഭാര്യ മാത്രമേ ആയിരുന്നുള്ളൂ, അതല്ലാതെ അടിമയല്ല. അവർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തന്നെ കേൾക്കേണ്ട ആവശ്യമൊന്നും അമൃതയ്ക്കില്ല. അതിലുമുപരി അമൃത ആദ്യമേ പ്രതികരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബാല ഇത്രത്തോളം അവരെ കുറ്റപ്പെടുത്തുകയും ആളുകൾക്ക് മുമ്പ് ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇനിയും ബാല അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാലയ്ക്ക് തന്നെ അത് ദോഷമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല.